ഞാൻ ഇന്ന് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലാണ് വന്നിട്ടുള്ളത്. മീൻ വാങ്ങാൻ വന്നതാണെങ്കിലും മെയിൻലി എൻ്റെ ഉദ്ദേശം എന്താ ഈ ചിപ്പി അഥവാ ഓയിസ്റ്റർ കഴിക്കുക എന്നുള്ളതാണ്. ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ ഈ ഒരു ഷോപ്പ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ മാത്രമല്ല, ഇവിടെ പല സ്ഥലങ്ങളിലും ഈ ഓയിസ്റ്റർ ഇതുപോലെ കഴിക്കാൻ കിട്ടും. പച്ചയ്ക്കുള്ള ഈ ഓയിസ്റ്റർ കുറച്ച് നാരങ്ങാ നീരും കൂട്ടിച്ചേർത്ത് നമുക്ക് നൽകും. ഇതിൻ്റെ ഫ്രഷ്നെസ് അനുസരിച്ച് ടേസ്റ്റും മാറും. പൊതുവെ ഞാനൊരു ഓയിസ്റ്റർ പ്രേമി ആയതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ ഇഷ്ടമായി. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഓയിസ്റ്ററിൻ്റെ പുറം രണ്ടായി മുറിച്ച് അതിലേക്ക് എക്സസ് ആയിട്ടുള്ള വെള്ളം കളഞ്ഞ് അതിലേക്ക് ഈ നാരങ്ങയും കൂടി ഒഴിച്ചിട്ടാണ് നമുക്ക് കഴിക്കാൻ തരുന്നത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ അമ്മയ്ക്കൊക്കെ ഇത് കാണുമ്പോഴേ എന്നുള്ളൊരു ആക്ഷൻ അല്ലാതെ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ഇങ്ങനെ ഫ്രഷായിട്ട് വേവിക്കാതെയൊക്കെ ഇങ്ങനെ ഫ്ലഷ് കഴിക്കുന്നത്. ഞാൻ പൊതുവേ സുഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ ട്രൈ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ റിവ്യൂ നല്ലതായതുകൊണ്ട് ജെയ്സനും ഇന്നിത് ട്രൈ ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ ഇതിന് ഇളം കരിക്കിൻ്റെ ടേസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് പക്ഷേ അങ്ങനെയല്ല കിട്ടിയത്. ബട്ട് എനിക്കിത് നന്നായിട്ട് ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി വാങ്ങി. അങ്ങനെ വീട്ടിലത്തേക്ക് മീനൊക്കെ വാങ്ങിച്ച് ഓയിസ്റ്ററൊക്കെ കഴിച്ച് താഴെ ഇറങ്ങുമ്പോഴത്തേക്കും ദാ കാണുന്നു ഒരാൾക്കൂട്ടം. ഐസ്ക്രീം കഴിക്കാനുള്ള ആൾക്കൂട്ടമായിരുന്നു. 2 dirhamsന് ഐസ്ക്രീം അവൈലബിൾ ആയിരുന്നു ഇവിടെ. പല ഫ്ലേവറുകളിൽ ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ 100 ഗ്രാമാണ് 2 dirhams. അതിൽ കൂടുതൽ എടുത്താൽ നമ്മൾ കൂടുതൽ എമൗണ്ട് കൊടുക്കേണ്ടി വരും. അതുപോലെ ടോപ്പിംഗ്സ് അവൈലബിൾ ആയിരുന്നു ഇവിടെ. അങ്ങനെ ഡയറ്റൊക്കെ മറന്ന് ഞങ്ങൾ 3 പേരും കൂടി ഐസ്ക്രീം മേടിച്ചു. ഇതിലൂടെ ഇന്നത്തെ വീഡിയോ കഴിയുന്നു. ബൈ ബൈ.